നമസ്കാരം. റഷ്യയിലേക്ക് കൂറുമാറിയ മുൻ യുക്രൈൻ നാവിക ഉദ്യോഗസ്ഥനെ ബോംബ് വെച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ യുവതി പിടിയിൽ. മുൻ നാവികസേനാ കമാൻഡർ റോബർട്ട് ഷാഗീവ് ആയിരുന്നു കൊല്ലപ്പെട്ടത്. സംഭവവുമായി ബന്ധപ്പെട്ട് മാർഗരിത റെയുഡ് എന്ന 32-കാരിയായ യുവതിയെ റഷ്യൻ സുരക്ഷാ സേന അറസ്റ്റ് ചെയ്തു. റഷ്യൻ സെക്യൂരിറ്റി സർവീസായ FSB അന്വേഷണം പൂർത്തിയാകും വരെ സെവസ്റ്റോപോളിലെ ലെനിൻസ്കി കോടതി ഇവരെ റിമാൻഡ് ചെയ്തു. ഷാഗീവ് താമസിച്ചിരുന്ന കെട്ടിടത്തിന്റെ പടികൾക്ക് സമീപമുള്ള ചവറ്റുകൊട്ടയിൽ ഒളിപ്പിച്ചു വെച്ച സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടായത്. ഷാഗീവ് പടികൾ ഇറങ്ങി വരുമ്പോൾ സ്ഫോടനം നടക്കുകയും അദ്ദേഹം സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെടുകയുമായിരുന്നു. സ്ഫോടനത്തിന്റെ ശബ്ദം അതിശക്തമായിരുന്നതിനാൽ സമീപവാസികൾ ആദ്യം ഇത് കെട്ടിടത്തിന് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണമായിരിക്കുമെന്നായിരുന്നു കരുതിയത്. യുക്രൈനിയൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ നിർദ്ദേശപ്രകാരം പ്രവർത്തിച്ച യുവതി വഴിയരികിലെ വേസ്റ്റ് ബിന്നിൽ ഒളിപ്പിച്ച ബോംബ് ഇയാൾ കടന്നുപോയ സമയം സ്ഫോടനത്തിലൂടെ പൊട്ടിത്തെറിപ്പിക്കുകയായിരുന്നുവെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 2014 റഷ്യ ക്രിമിയ പിടിച്ചെടുത്തതിന് പിന്നാലെ റഷ്യയിലേക്ക് കൂറുമാറിയ ഷാഗീവ് പിന്നീട് റഷ്യൻ ബ്ലാക്ക് സീ ഫ്ലീറ്റിൽ ഉദ്യോഗസ്ഥനായി സേവനമനുഷ്ഠിച്ചിരുന്നതായിട്ടാണ് മാധ്യമ റിപ്പോർട്ടുകൾ. 2014 റഷ്യ ക്രിമിയ പിടിച്ചെടുക്കുന്ന സമയത്ത് യുക്രൈനിയൻ നാവികസേനയുടെ ഏക മുങ്ങിക്കപ്പലായ പോറിഷയുടെ ആക്ടിംഗ് കമാൻഡറായിരുന്നു ഷാഗീവ്. ക്രിമിയ റഷ്യൻ നിയന്ത്രണത്തിലായതിനു പിന്നാലെ അദ്ദേഹം റഷ്യൻ സൈന്യത്തോടൊപ്പം ചേർന്നു. റഷ്യയിലേക്ക് കൂറുമാറിയതിനെ തുടർന്ന് യുക്രൈനിയൻ അധികൃതർ ഷാഗീവിനെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയിരുന്നു. റഷ്യൻ സേനയുടെ ഭാഗമായിരുന്ന അദ്ദേഹത്തിന്റെ യൂണിറ്റ് മുങ്ങിക്കപ്പലിൽ നിന്നുള്ള മിസൈൽ ആക്രമണങ്ങളിൽ പങ്കെടുത്തതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് സ്ഫോടനത്തിൽ ഷാഗീവ് കൊല്ലപ്പെട്ട വാർത്ത കൂടുതൽ ശ്രദ്ധ നേടുന്നതും. അതേസമയം സംഭവത്തിൽ റഷ്യയോ യുക്രൈനോ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. മാർഗരീത കുറ്റം സമ്മതിച്ചതായും തുടർന്ന് ഇവരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തതായും റഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. യുക്രൈൻ രഹസ്യാന്വേഷണ ഏജൻസിയുടെ നിർദ്ദേശപ്രകാരമാണ് കൊലപാതകം നടത്തിയതെന്നാണ് റഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കൊലപാതകത്തിൽ ഖേദമുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നാണ് മാർഗരീത മറുപടി നൽകിയതെന്ന് റഷ്യൻ വാർത്താ മാധ്യമങ്ങൾ വ്യക്തമാക്കി. മുൻപ് ലൈംഗിക തൊഴിൽ പരസ്യങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്ന ഇവർ സസ്യങ്ങൾ ഉപയോഗിച്ചുള്ള ഔഷധ നിർമ്മാണ മേഖലയിലും പ്രവർത്തിച്ചിരുന്നു. 2025 ജൂലൈയിൽ യുക്രൈൻ അനുകൂല പരാമർശം നടത്തിയതിന് ഇവർക്കെതിരെ റഷ്യൻ സൈന്യം നടപടിയെടുത്തിരുന്നു. പുടിന്റെ യുദ്ധനയങ്ങളെ പരസ്യമായി വിമർശിച്ചിട്ടുള്ള മാർഗരീത കുറ്റം തെളിയിക്കപ്പെട്ടാൽ 30 വർഷം വരെ തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ചോദ്യം ചെയ്യലിൽ ഷാഗീവിനെ വധിച്ചതിൽ തനിക്ക് യാതൊരു പശ്ചാത്താപവും ഇല്ലെന്ന് ഇവർ വ്യക്തമാക്കിയതായിട്ടും റിപ്പോർട്ടുകളുണ്ട്. മുൻപ് ട്രാവൽ ഏജൻസിയിലും ബയോളജിസ്റ്റായും ജോലി ചെയ്തിരുന്ന മാർഗരീത എസ്കോർട്ട് വെബ്സൈറ്റുകളിലും സജീവമായിരുന്നു. റഷ്യക്കാരിയായതിൽ എനിക്ക് നാണക്കേട് തോന്നുന്നു എന്ന് മുൻപ് പരസ്യമായി പറഞ്ഞിട്ടുള്ള ഇവർ ആക്രമണത്തിന് ശേഷം സോച്ചി വഴി വിദേശത്തേക്ക് കടക്കാനും പദ്ധതിയിട്ടിരുന്നു. സ്ഫോടനത്തിന് പിന്നിൽ യുക്രൈന്റെ കൃത്യമായ നിർദ്ദേശമുണ്ടായിരുന്നുവെന്നാണ് ആരോപണം. എന്നാൽ മാർഗരീതയ്ക്ക് യുക്രൈനിയൻ രഹസ്യാന്വേഷണ ഏജൻസികളുമായി എപ്പോൾ എങ്ങനെ ബന്ധമുണ്ടായി എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. മുൻപ് റഷ്യക്കെതിരെ ഇവർ സംസാരിച്ചതിന് ഇവരെ അധികൃതർ കസ്റ്റഡിയിലെടുത്തിരുന്നു. തുടർന്ന് അന്ന് 2 ദിവസത്തെ തടങ്കലിനും പിഴയ്ക്കും ഇവരെ വിധേയരാക്കിയിരുന്നു. സംഭവത്തിന് പിന്നാലെ കൊല്ലപ്പെട്ട ഷാഗീവിന്റെ കുടുംബ സുഹൃത്തുക്കൾ വൈകാരികമായിട്ടാണ് പ്രതികരിച്ചത്. പ്രദേശം ഭീതിയിലാണെന്നും 18 മാസത്തിനിടെ നടക്കുന്ന 2ാമത്തെ ഭീകരാക്രമണമാണിതെന്നും പ്രദേശവാസികളും പ്രതികരിച്ചു.